ഹായ് ഫ്രണ്ട്സ്, മൈലിക്കൽ ആഗ്രോ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോർജ്. ഞാൻ തോമസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ്. പാലായിൽ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു റീസെൻ്റ്ലി. അപ്പം ആ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നതാണ്. അപ്പം നമുക്കൊന്ന് പ്രൊജക്റ്റ് കണ്ടു നോക്കാം. ഇതൊരു പഴയ വീടാണ്. പഴയ വീട് റെനോവേഷൻ ചെയ്തതാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ശൈലിയിലുള്ള ഒരു വീടാണ്. നമ്മൾ ഈ ഒരു ഏരിയ ഒരു ഒറ്റ സ്ലോപ്പായിട്ട് കിടന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒറ്റ സ്ലോപ്പായിട്ട് കിടന്നുകൊണ്ട് നമുക്ക് അതിനെ ഒരു ലെവൽ സ്പേസ് ആക്കാൻ വേണ്ടിയാണ് ഈ കെട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് ഗ്രാസിന് പകരം പെബിൾസ് കൊടുത്തേക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഷെയ്ഡ് ഇത്രയും നിൽക്കുന്നതുകൊണ്ടും പിന്നെ അതുപോലെ ഇലകൾ വീഴുന്ന പ്രശ്നങ്ങളൊക്കെ പോർഷൻ നമ്മൾ ഗ്രാസ് കൊടുത്തത് അതൊരു ഇപ്പോഴും സ്ലോപ്പുണ്ട്. അപ്പോൾ ആ സ്ലോപ്പിൽ പെബിൾസ് കൊടുത്തു കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് വെള്ളം വരുമ്പോൾ അതവിടെ സ്റ്റേബിളായിട്ട് നിൽക്കില്ല, നേരെ താഴോട്ട് വരും. അതുകൊണ്ട് നമ്മളവിടെ ഗ്രാസായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ അങ്ങോട്ട് പോകേണ്ടത് ഒരു 2x1 സൈസ് ഒരു ബാംഗിൾ സ്റ്റോൺ നമ്മളൊരു 1 ഇടവിട്ട് ഒരു പേവിങ് കൊടുത്തു. അങ്ങനെ നമ്മളിവിടെ ലാൻഡ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ ഇതാണ് മെയിൻ ഒരു പോർച്ച്. അങ്ങോട്ടേക്കൊരു ഡ്രൈവേ ഒരു ഷോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റാമ്പും അങ്ങോട്ട് കയറാമെന്നൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ കറക്റ്റ് ഒരു മിനിമത്തിലാണ് നമ്മൾ പേവിങ് നിർത്തിയേക്കുന്നത്. ആ വീടിൻ്റെ കറക്റ്റ് ഭിത്തിയുടെ ലെവലിൽ നമ്മളൊരു വണ്ടിക്ക് അത്യാവശ്യം ഈസി ആയിട്ട് വന്ന് കിടക്കാവുന്ന രീതിയിൽ ഒരു പേവിങ് കൊടുത്ത്, പിന്നെ രണ്ട് സൈഡിലും ചെറിയൊരു പോർഷൻ ലാൻഡ് മിച്ചം വന്നേക്കും സ്ഥലത്ത് പെബിൾസ് കൊടുത്തു. അതുപോലെ ഈ റൈറ്റ് സൈഡ് വരുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗം വരുന്നവിടെ സ്ലോപ്പാണ്. അവിടെ നമ്മൾ ഗ്രാസ് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ 1-2 പ്ലാന്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പാമും പീസലി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ ഒരു പേവിങ് ഏകദേശം ഒരു 12 ഫീറ്റ് 14 ഫീറ്റോളം വരുന്നുണ്ട്. കറക്റ്റ് ഈ വീടിൻ്റെ ലെവൽ നിർത്തിക്കൊണ്ട് ഇവിടെ നമ്മളിതൊരു കട്ട് ചെയ്ത് ബാക്കി പിന്നെ ഏരിയയിലേക്ക് പെബിൾസ് കൊടുത്ത് ബാക്കി ഈ സ്റ്റോണിൻ്റെ ഇവിടുന്ന് ഓരോ സ്റ്റോൺ ഇടവിട്ട് ഒരു 1 ഫീറ്റ് ഗ്യാപ്പിലാണ് 2x ബാങ്ക് സ്റ്റോൺ നമ്മൾ ചെറിയൊരു ഗ്യാസ് ലാൻഡുണ്ട്, അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കാണിച്ചേക്കുവാണ്. അതുപോലെ മെയിൻ ഒരു ഹൈലൈറ്റ് ഏരിയ ആണ് ഇവിടുത്തെ ഒരു ഗ്രാസ് ലാൻഡ്. നമ്മുടെ വീടിനോട് കയറി ഡ്രൈവേ വരുന്ന ലെഫ്റ്റ് സൈഡാണ് ഗ്രാസ് ലാൻഡ് വന്നേക്കുന്നത്. വരുന്ന ഏരിയയിൽ നമ്മളൊരു റാമ്പ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ഗാർഡൻ ലൈറ്റുകളും സ്പ്രിംഗ്ലർ പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊരു കിണറാണ്. കിണറിന് ചുറ്റും സ്പൈഡർ ലില്ലി പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ലാൻഡ് ഒരു പറമ്പായിട്ട് തന്നെ കിടന്നൊരു ലാൻഡാണ്. അതിനെ ഇവിടെയുള്ള
വേസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് നല്ലപോലെ ഫിനിഷ് ചെയ്താണ് ഗ്രാസ് പേൾ ഗ്രാസാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിൽ സ്റ്റീലിൻ്റെ ഒരു ഫെൻസിങ് ചെയ്തു. അതുപോലെ കുറച്ച് ചെടികൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഗ്രൂപ്പായിട്ട്. അതുപോലെ നമ്മളിവിടെ 2-3 ഗാർഡൻ ലൈറ്റ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബൾബ് കാണത്തില്ല, ഇതിൻ്റെ ഉള്ളിൽ കൺസീൽഡായിട്ടാണ് ബൾബ് ഇരിക്കുന്നത്. അപ്പം നൈറ്റിൽ ഈ ലൈറ്റ് ഇടുമ്പോൾ ജസ്റ്റ് ഒരു വെളിച്ചം മാത്രം പാസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ട്രീസും കാര്യങ്ങളുണ്ട്. അതുകൂടാതെ നമ്മൾ കുറച്ച് ട്രീസ് ആകുന്ന ഐറ്റംസും പ്ലാന്റ്സുകളും ആഡ് ചെയ്തു. ഒന്ന് പെയിൻറ്റിംഗ് ബാമ്പും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബോക്സിൽ കാണാം. പിന്നെ അതുപോലെ ഫെൻസിനോട് ചേർത്ത് ത്രൂ ഔട്ട് നമ്മൾ ഓരോ ഗ്യാപ്പിട്ട് ഗ്രൂപ്പായിട്ട് ടോർ ജിഞ്ചറും അതുപോലെ പാത്തോഫൈലം പീസ് ലില്ലി എന്ന് പറയുന്ന പ്ലാന്റ്സും ആഡ് ചെയ്തു. ഈ കാണുന്ന ഒരൽ ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരൽ തന്നെയാണ്. അത് നമ്മൾ കുറച്ച് ജസ്റ്റ് മണ്ണ് ലെവൽ ചെയ്ത് കൊടുത്ത് ഇവിടെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുക ചെയ്തത്. അങ്ങനെ അതുപോലെ ആ ഒരല് പോലെ തന്നെ വേറൊരു ആൻറ്റിക്കായിട്ടുള്ള സ്റ്റോണും ഉണ്ട്. അതും നമ്മളിവിടെ ഇതേപോലെ തന്നെ പ്ലേസ് ചെയ്തു. സൈഡിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു ഫെൻസ് കൊടുക്കുന്നുണ്ട്. ഫാബ്രിക്കേഷൻ വർക്കായിട്ട് അഡീഷണൽ ചെയ്തതാണ്. ഈ ഇവിടെ വരുമ്പോൾ ഹെലിക്കോണിയ ഒരു 20 അടി സ്ട്രെച്ചിൽ നമ്മൾ അടുപ്പിച്ച് പ്ലാന്റ് ചെയ്തേക്കുന്നത്. ഒരടിക്കകത്ത് 2 എണ്ണം വെച്ചെന്നൊരു തോതിലാണ് പ്ലാന്റ് ചെയ്ത് പോയേക്കുന്നത്. പിന്നെ ആ ഒരു സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഗോൾഡൻ ബാമ്പ് നമ്മളൊരു സിംഗിളായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ കനാറ്റയിലൂടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6 അടി ലെന്തിലാണ് അടുപ്പിച്ച് പ്ലാന്റ് ചെയ്തേക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പോർഷനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കലാത്തിയ ചെയ്തത്. ഇത് അത്യാവശ്യം ഒരു 7 അടി വരെ ഹൈറ്റ് വന്ന് നല്ല രീതിയിലൊരു മറയായിട്ട് നിൽക്കും. അപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു അഭംഗി അങ്ങ് മാറി കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഒരു പോർഷൻ ഓൾറെഡി ഇവിടെ നമ്മുടെ സ്റ്റോൺ പേയിങ് കഴിഞ്ഞ് മിച്ചം കിടന്ന പോർഷൻ നമ്മൾ പെബിൾസ് ആഡ് ചെയ്തു. അങ്ങനെയാണ് മൊത്തത്തിൽ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ നല്ലൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഓൾറെഡി എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കെട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു 1.5 അടി ഫീറ്റോളം ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഗ്രാസ് കൊടുത്താൽ നമുക്ക് കാണത്തില്ലാണ്. അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഒരു 1.5 അടി താഴ്ചയിലോട്ടാക്കിയിട്ട് ചെറിയൊരു ബീഡിങ് കൊടുത്ത് റെഡിയാക്കി അവിടെ നിന്നൊരു സ്ലോപ്പും നമുക്ക് കിട്ടി. അങ്ങനെ ഗ്രാസ് ലാൻഡ് ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അതോടെ അങ്ങോട്ടൊരു നല്ലൊരു വിസിബിലിറ്റി റെഡിയായി. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഓൾറെഡി എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഫയർ ക്രാക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് അത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിറ്റം കയറുന്ന ഭാഗത്തൊരു വാക്ക് വേയും കൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മുറ്റം ലാൻഡ്സ്കേപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പം ഇങ്ങനെ ഇവരുടെ ജോർജിൻ്റെയും തോമസിൻ്റെയും നമ്പർ കിട്ടി. അങ്ങനെ കോണ്ടാക്ട് ചെയ്തതിൻ്റെ പേരിൽ ഇവർ വന്ന് ലാൻഡ് നോക്കി കറക്റ്റായിട്ട് ഗ്രാസ് ലാൻഡ് പെബിൾസ് വെക്കാനുള്ള സ്ഥലങ്ങൾ ഇത് ലാൻഡ് ഡിവൈഡ് ചെയ്ത് തന്നു കറക്റ്റായിട്ട്. അത് കഴിഞ്ഞ ശേഷം പ്ലാൻ ഇൻസ്റ്റലേഷൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് സമയത്ത് മിനിമലായിട്ടുള്ള ഡിസൈനിൽ വൃത്തിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഒരു വീൽചെയർ യൂസറായ എനിക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടൊരു രീതിയിലുള്ള ഗാർഡനിലേക്ക് കയറാനൊക്കെ പറ്റുന്നൊരു ഡിസൈനാണ് ചെയ്തത്. അപ്പം വളരെ ആക്സസിബിൾ ആയിട്ടൊരു സ്ഥലമാണ്. ഇപ്പം എനിക്ക് ഗ്രാസ് ലാൻഡാണെങ്കിലും താറോട്ടൊക്കെയാണെങ്കിലും ഇറങ്ങാൻ നല്ലൊരു സൗകര്യമുണ്ട്. അപ്പം നല്ലൊരു ഡിസൈനായിരുന്നു. ഹാപ്പിയായി. ഓക്കെ, താങ്ക് യു. നമ്മൾ കണ്ടവർക്കും പുറത്തുനിന്ന് വന്ന് പിന്നീട് ഇത് കണ്ടവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അതുപോലെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലയൻസും. അപ്പം ക്ലയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. കാരണം എസ്പെഷ്യലി പൂനം മാഡത്തിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം നമ്മൾ കൊണ്ടുവരുന്ന ഐഡിയാസ് പ്ലാനും കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും മാഡം അത് വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് കറക്റ്റായിട്ട് ഉചിതമായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് ഞങ്ങളെ എത്തിക്കാനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ ഈസി ആയിട്ട് വർക്ക് തീർക്കാനും മാഡം ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഡം ഒരുപാട് താങ്ക്സ്. അതുപോലെ ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.